എല്ലാ സജ്ജനങ്ങൾക്കും ഔഷധസാഗരം എന്ന പരബ്രഹ്മ ഔഷധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ ദിവസവും ഓരോ ഔഷധങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണനിലവാരങ്ങളെക്കുറിച്ചും അതിൻ്റെ രോഗനിർണയങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ നിശ്ചയിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരാറുള്ളത്. അപ്പം അതനുസരിച്ച് ഇന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തിയും നെല്ലിക്കായെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതാണ് അത്തി എന്ന് പറയുന്നത്. ഈ അത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അത്തിയും പേരാലും അരയാലും എന്ന് പറയുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നാൽപ്പാമരം എന്ന് പറയും. അതായത് നമ്മുടെ ത്വക്ക് സംബന്ധമായ രോഗത്തിന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് കൊച്ചു കുട്ടികളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നാൽപ്പാമരാതി കേരം അല്ലെങ്കിൽ വെളിച്ചെണ്ണയെ കാച്ചിയതെന്ന് പറയുന്നത്. അപ്പം ഈ നാൽപ്പാമരാതി കേരം പോലെ തന്നെ അതിലും ഒരു പടിയും കൂടെ മുന്നോട്ട് നിൽക്കുന്നതാണ് നെല്ലിക്കായും ഈ പറഞ്ഞ അത്തിയും. ഇതിൻ്റെ രണ്ടിൻ്റെയും നീര് സമമായിട്ട് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് സമം ചേർത്തിട്ട് നമ്മൾ കഴിച്ചാൽ, അതായത് 20 സൈസ് പ്രമേഹം ഉണ്ടെന്നാണ് ആയുർവേദം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം ഈ 20 സൈസ് പ്രമേഹത്തിനും ഏറ്റവും ഉചിതവും കരണീയവുമായിട്ടുള്ള ഒരു മരുന്നാണ്, അല്ലെങ്കിൽ ഒരു ഒറ്റ മൂലി എന്ന് പറയുന്ന കണക്കുള്ള ഒരു മരുന്ന് തന്നെയാണിത്. അപ്പം ഈ നെല്ലിക്കായും അത്തിയുടെ നീരും, ഇനി അത്തി കിട്ടാത്തവർക്ക് അത്തിക്കായുടെ കഷായത്തിനകത്ത് നെല്ലിക്കാ നീരും കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മരവിപ്പ്, അതായത് ഈ പ്രമേഹ രോഗികൾക്ക് കാലയിലൊക്കെ ശരിക്കും രക്തം ഓടിച്ചെല്ലാൻ രക്തക്കുഴലുകൾക്കൊക്കെ ചുരുക്കങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് രക്തം അവിടോട്ട് എത്തിച്ചേരത്തില്ല. ആ കൊഴുപ്പിനെ മാറ്റിയിട്ട്, അല്ലെ അതിനകത്തുള്ള ആ എലാസ്റ്റിക് സ്വഭാവമുള്ള നമ്മുടെ ഓരോ രക്തധമനികൾക്കും, അതായത് രക്തഞരമ്പുകൾക്കും എലാസ്റ്റിക് സ്വഭാവം പോലെ ഇങ്ങനെ വികസിക്കാനും ചുരുങ്ങാനുള്ള കഴിവുള്ളതാണ്. പക്ഷേ ആ ചുരുങ്ങാനും വികസിക്കാനുമുള്ള കഴിവിനെ പ്രമേഹ രോഗികൾക്ക് കുറഞ്ഞു വരും. പ്രമേഹ രോഗികൾക്കല്ല, വാർദ്ധക്യമാകുമ്പോൾ മിക്കവർക്കും ഉണ്ടാകുന്നത്. അതിനാണ് നമ്മൾ അഭ്യംഗം എന്ന് പറയുന്നത്. അതായത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും തൈലം തേച്ച് കുളിക്കുന്നതിനാണ് അഭ്യംഗം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് കണക്ക് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള തൈലങ്ങൾ ഏതെങ്കിലും വാങ്ങി നല്ലപോലെ വാതഹരമായിട്ടുള്ള തൈലങ്ങൾ കിട്ടും. അത് ഏതെങ്കിലും നമ്മൾ വിപണിയിൽ നിന്നോ അല്ലെങ്കിൽ ഇത് കണക്ക് എവിടുന്നെങ്കിലോ ഏതെങ്കിലും പാരമ്പര്യ വൈദ്യന്മാരെ വാങ്ങുന്നതായിരിക്കും ഉചിതം. അങ്ങനെ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുക. അപ്പം പ്രമേഹത്തിന് നല്ലതായ പ്രമേഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 20 സൈസാണുള്ളത്. അത് വാതം കൊണ്ട് 4, പിത്തം കൊണ്ട് 6, കഫം കൊണ്ട് 10 ഇങ്ങനെ 20 പ്രമേഹമുള്ളത്. അത് ഇങ്ങനെ പോകും: ഇക്ഷുമോഹം, മധുമോഹം, ശുക്ലമോഹം, ലാലാമോഹം എന്നും പറഞ്ഞ് ഇങ്ങനെ പോകും. അങ്ങനെ 20 പ്രമേഹങ്ങളാണ്. എല്ലാവർക്കും എല്ലാ മരുന്നും ഒരുപോലെ ഉചിതമാകത്തില്ല. എന്നാൽ എല്ലാവർക്കും ഉചിതമാകുന്ന ഈ 20 പ്രമേഹക്കാർക്കും കഴിക്കാൻ ഒക്കുന്ന ഒരു മരുന്നിൻ്റെ ശൈലി, ഒരു കൂട്ടാണ് ഞാനിപ്പം പറഞ്ഞത്. അതായത് അത്തിയുടെ നീരും സമം നെല്ലിക്കാ നീരും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ ചിലവർ ഇത് വിഷാംശം കൂടുതലുണ്ടെന്ന് തോന്നുന്നെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇവ മൂന്നും കൂടെ ചേർത്ത് നമ്മൾ നിത്യേ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകളും മുറിവുകളെയൊക്കെ ഉണക്കാനും, അതായത് മുറിവുണ്ടായാൽ എളുപ്പം ഉണങ്ങാനും അത് നമ്മളെ സഹായിക്കും. അങ്ങനെ നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പൈതൃകമാണ് നമ്മുടെ ഈ ആയുർവേദത്തിൻ്റെ ഇവിടെയുള്ള എല്ലാ ഔഷധികളും എന്ന് മനസ്സിലാക്കി നമ്മളെല്ലാം പരസ്പരം ഇതിനു വേണ്ടി മനസ്സ് വയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയസ്പർശിയായ നമസ്കാരം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.